എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സ്റ്റോക്ക്ഹോമിൽ നിന്ന് ഇറ്റലിയിലോട്ടുള്ള ഫ്ലൈറ്റും അതിൻ്റെ കാര്യങ്ങളും പിന്നെ എന്താ പറയുക നമ്മുടെ എയർ ബി എൻ ബിയുടെ അതായത് ഈ പിസയിൽ നമ്മൾ നിന്ന് എയർ ബി എൻ ബിയുടെ ഒരു റൂം ടൂറും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളെ എയർ ബി എൻ ബിന്ന് പുറത്തോട്ടുള്ള ഒരു സ്ട്രീറ്റാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആക്ച്വലി പിസയിൽ എയർ ബി എൻ ബി ബുക്ക് ചെയ്തത് നമ്മുടെ പിസയിലെ മെയിൻ അട്രാക്ഷനായ ലീനിങ് ടവർ ഓഫ് പിസയുടെ ഏകദേശം 1.5 കിലോമീറ്റർ അടുത്തായിട്ട് തന്നെയാണ്. വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. നമുക്ക് അവിടുത്തെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതായത് ബസ് മെട്രോ ഒക്കെ ഉണ്ട് ഡയറക്റ്റ്ലി അവിടത്തോട്ട്. പക്ഷെ ഞങ്ങൾ ആ സ്ട്രീറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നടക്കുകയാണ് കേട്ടോ ചെയ്തത്. ഒരു 1.5 കിലോമീറ്റർ നടന്നു. പോകുന്ന വഴിയൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, സ്ട്രീറ്റ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതുവരെ പോയ കൺട്രീസിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇവിടുത്തെ ആർക്കിടെക്ചറും സ്ട്രീറ്റ്സും എല്ലാം ഇവിടുത്തെ കൾച്ചർ ആയിക്കോട്ടെ ടോട്ടലി ഡിഫറെൻ്റ് ആണ് കേട്ടോ തോന്നിയത്. അത് നിങ്ങൾക്ക് പൊതുവെ അറിയായിരിക്കും. ഇറ്റലിയിലെ കൾച്ചറും എല്ലാം വളരെ ഡിഫറെൻ്റ് ആണ്. എന്താ പറയുക, വളരെ ബ്യൂട്ടിഫുൾ ആർക്കിടെക്ചറും പിന്നെ ഇവിടുത്തെ ഒരു റോമൻ കൾച്ചറും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടും അങ്ങനെയൊക്കെ ഉണ്ട്. പലതിലും നമുക്ക് വായിച്ചിട്ടായാലും നമുക്ക് അറിവുണ്ടാവും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് കാണാം. ഇത്തവണ ഞാൻ റോം എക്സ്പ്ലോർ ചെയ്യുന്നില്ല. റോം നമുക്ക് പിന്നീട് ഒരിക്കലും പോവാം. ഇപ്പോൾ ഇറ്റലിയിൽ പിസയും വെനീസും ആണ്. വെനീസ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് പിസയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, പിസയിലോട്ട് പോകുന്ന ആ ഒരു സ്ട്രീറ്റിൽ തന്നെ ഒരു നല്ല ചേർച്ച് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആ ചേർച്ചിലും കൂടെ ഒന്ന് കയറി കേട്ടോ. ലീനിങ് ടവർ ഓഫ് പിസയിലോട്ടും മറ്റ് പിസയിലെ ടൂറിസ്റ്റ് പ്ലേസസിലൊക്കെ ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്ന ഒരു കുഞ്ഞു ട്രെയിൻ പോലത്തെ സെറ്റപ്പാണ് കേട്ടോ ഇത് ഭയങ്കര അട്രാക്റ്റീവാണ് കാണാൻ. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്, ലീനിങ് ടവർ ഓഫ് പിസ. നമ്മുടെ ഈ ഒരു മഹാത്ഭുതം ലീനിങ് ടവർ ഓഫ് പിസ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണെന്നല്ലേ, ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും. ഇത് നേരിട്ട് ഇതിന് മുമ്പിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര അത്ഭുതമാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച്, ഇതിൻ്റെ ചരിത്രം ഓർത്തിട്ട് അത്ഭുതപ്പെട്ടവരാണ്. അപ്പോൾ അത് തന്നെ മുമ്പിൽ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ലീനിങ് ടവർ ഓഫ് പിസയുടെ ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയാം കേട്ടോ. 1173 അതായത് 1173 കാലഘട്ടങ്ങളാണ് ഈ പിസ ലീനിങ് ടവറൊക്കെ പണി കഴിപ്പിച്ചത് കേട്ടോ. ആ ഒരു ഇതിന് തൊട്ടടുത്ത് കാണുന്നത് ഒരു ചർച്ചാണ്. ഈ ചർച്ചിന് ഒരു ബെൽ ടവർ പോലെയാണ് ആക്ച്വലി ലീനിങ് ടവർ ഓഫ് പിസ പണി കഴിപ്പിച്ചത്. പക്ഷേ 1178 കാലഘട്ടങ്ങളൊക്കെ ആയപ്പോഴാണ് ഇവർ ഇതിൻ്റെ ഈ ഒരു ടവർ പണി കഴിപ്പിച്ചതിൻ്റെ സോയിലിൽ അൺസ്റ്റെബിലിറ്റി, അതായത് അവിടുത്തെ മണ്ണിന്
എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഈ ടവർ ചെറുതായിട്ട് ചെരിഞ്ഞു വരുന്നതായിട്ട് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് 1178 കാലഘട്ടത്തിൽ. അപ്പോൾ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടവർ പിന്നീട് അങ്ങോട്ട് പണിഞ്ഞില്ല. ഇവർ ആ പണി അവിടെ നിർത്തി വെക്കുകയാണ് ചെയ്തത്. കുറേ കാലം ഇത് പണി പൂർത്തിയാവാതെ നിന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ സോയിലിന് കുറച്ചൊന്ന് സ്റ്റേബിളായപ്പോൾ അവിടുത്തെ മണ്ണൊക്കെ ഒന്ന് സ്റ്റേബിളായി എന്ന് ഇവർക്ക് തോന്നിയതിന് ശേഷം പല എഞ്ചിനീയറിംഗ് വർക്ക്സും ഒക്കെ ഉപയോഗിച്ചിട്ട് ഇവർ സ്റ്റേബിളാക്കി നിർത്തുകയാണ് ചെയ്തത് ഈ ലീനിങ് ടവർ ഓഫ് പിസയിനെ. അങ്ങനെയാണ് ഇത് വേൾഡിലെ വൺ ഓഫ് ദി അട്രാക്ഷൻസ് ആവുന്നത്. ഈ ഒരു ആക്ച്വലി ഞങ്ങൾ ലീനിങ് ടവർ ഓഫ് പിസയിലോട്ട് എൻട്രൻസ് ചെയ്തത് ഒരു വഴിയിലൂടെയാണെങ്കിലും ഇതിന് വേറൊരു എക്സിറ്റ് ഉണ്ട്. ആ എക്സിറ്റ് എന്നുള്ള വ്യൂ ആണ് കേട്ടോ നിങ്ങൾ ഇത് കാണുന്നത്. ആക്ച്വലി ഇതാണ് മെയിൻ എൻട്രൻസ് എന്ന് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ഇടയ്ക്കൂടെയുള്ള ഒരു വഴിക്കൂടെയൊക്കെയാണ് വന്നത്. ഇതിൻ്റെ മെയിൻ ഇതിൻ്റെ എൻട്രൻസ് ഏരിയ ഇതാണ്. ഇവിടെ നിന്നുള്ള വ്യൂ കാണാൻ അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര നമുക്ക് എത്ര കണ്ടാലും അത്ഭുതം മാറുന്നില്ല എന്ന് നമുക്ക് തോന്നും. അത്രയും കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും, അത്രയും മനോഹരമായിട്ടാണ് ഇതുള്ളത്. ഈ ഒരു എൻട്രൻസിന്റെ ഭാഗത്തായിട്ട് തന്നെ സുവനീർ ഷോപ്സ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഒരുപാട് സുവനീർ ഷോപ്സ് ഉണ്ട്. ഞങ്ങൾ വന്ന വഴിയിലൊന്നും അധികം ഇല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ സുവനീർസൊക്കെ വാങ്ങിയതിന് ശേഷം ഞങ്ങൾ വിശപ്പടക്കണമല്ലോ, അതിനു വേണ്ടി ഞങ്ങൾ നേരെ റെസ്റ്റോറൻറ്റിലോട്ടാണ് പോയത്. ഇറ്റാലിയൻ ഡിഷസ് ആയ പിസ്സ, ലസാനിയ ഇതൊക്കെ തന്നെയായിരുന്നു ഞങ്ങളുടെ ഭക്ഷണം. ഫുഡൊന്നും പറയാനില്ല, അടിപൊളിയാണ്. ഇതിനൊക്കെ പേര് കേട്ട സ്ഥലത്ത് തന്നെയാണല്ലോ നമ്മൾ വന്നത്. അപ്പോൾ പിന്നെ ഫുഡിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയാനില്ല. അങ്ങനെ ഫുഡിൻ്റെ ഈ ഒരു ഇതിൽ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വെനീസിൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ചാച്ചാ.